നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി. ഞങ്ങളുടെ തായ്ലൻഡ് യാത്രാ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. 4 മാസം മാത്രം പ്രായമുള്ള ഈ കുട്ടിക്കുറുമ്പിയാണ് ഞങ്ങളുടെ യാത്രയിലെ മിന്നും താരം. അപ്പോൾ ഈ ഒരു യാത്രയിൽ നമ്മൾ ജെയിംസ് ബോണ്ട് ഐലൻഡും അതിന് ചുറ്റുമുള്ള ഐലൻഡുകളിലെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക, കാരണം ഇത് നിങ്ങൾക്കൊരു നല്ല വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും. മാത്രമല്ല, നമ്മൾ പറയുന്ന ഡീറ്റെയിലിങ്ങിലൂടെ നിങ്ങൾക്ക് എങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ട്രാവൽ ചെയ്യാൻ പറ്റും എന്നതിനൊരു ഐഡിയയും കിട്ടും. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ജെയിംസ് ബോണ്ട് ഐലൻഡ് അതുപോലെ കോങ് ഐലൻഡിലേക്കൊക്കെ പോവുകയാണ്. ഏർലി മോർണിംഗ് ആണ് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഓൺലൈനിലൊക്കെ നോക്കിയിട്ട് ഒരു ഗ്രൂപ്പിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ മാക്സിമം ചീപ്പസ്റ്റ് റേറ്റ് നോക്കിയിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ബുക്ക് ചെയ്തിരിക്കുന്നത്. സോ ഒറ്റയടിക്ക് നിങ്ങൾ ബുക്ക് ചെയ്യരുത്. 1, 2, 3, 4 വെബ്സൈറ്റുകൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ചിലതിൽ വളരെ ബെറ്റർ പ്രൈസ് തരും. പിന്നെ ഓരോ ദിവസത്തിനനുസരിച്ച് നമുക്ക് പ്രൈസ് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരാൾക്ക് 1500 ബാത്താണ് കൊടുക്കുന്നത്. നമ്മുടെ ലഞ്ച് എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇവർ നമ്മൾ ഹോട്ടലിൽ നിന്ന് വന്നിട്ട് ഒരു വണ്ടിയിൽ പിക്കപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് ഒരു 7:30 ആയിരുന്നു ടൈം പറഞ്ഞിരുന്നത്. ആ ഒരു ടൈമിൽ തന്നെ അവരവിടെ വന്നിട്ടുണ്ട്. നമ്മൾ പിക്കപ്പ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്നു. പിന്നെ അവിടെ നിന്ന് ബോട്ടിലേക്കാണ് പോകുന്നത്. അപ്പം ഇവിടെ സ്പീഡ് ബോട്ടിലുണ്ട്, ബിഗ് ബോട്ട് ഉണ്ട്, ലോങ് ടെയിൽ ബോട്ട് ഉണ്ട്. ലോങ് ടെയിൽ ബോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ നീണ്ടിട്ടുള്ള ആ ഒരു ബോട്ടില്ലേ, അതാണ്. കൂടുതലും നമ്മൾ നോക്കിയപ്പോഴൊക്കെ മനസ്സിലായതെന്ന് വെച്ചാൽ സ്പീഡ് ബോട്ടിൽ പോകുന്നതാണ് കുറച്ചും കൂടെ ഫാസ്റ്റിൽ എത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബിഗ് ബോട്ടിൽ പോകുന്നത്. പിന്നെ ഓപ്ഷനാണ് കേട്ടോ, ലോങ് ടെയിൽ ബോട്ടാണ് ഏറ്റവും ചീപ്പായിട്ട് എല്ലാ സ്ഥലത്തും അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷെ ഇറ്റ് മേ ടേക്സ് ടൈം എന്നാണ് നമ്മളോട് പോയ കുറച്ച് പേരൊക്കെ പറഞ്ഞത്. സോ നമ്മളിപ്പം എന്തായാലും നമ്മുടെ വോയേജ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഇങ്ങനെ വഴിയിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ എത്തിയ ഉടനെ തന്നെ ചിലർക്ക് ബ്ലൂ ചരട്, അതുപോലെ ചിലർക്ക് റെഡ് ചരട് ഇങ്ങനെ കയ്യിൽ കെട്ടിത്തന്നു. വേറൊന്നിനും അല്ല, ഒരു ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. സോ ഇതാണ് എൻ്റെ കയ്യിൽ കെട്ടിത്തന്നിട്ടുള്ള റെഡ് ചരട്. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ഇവിടെ താങ്ങി തന്നെ അല്ലെങ്കിൽ പത്താങ്ങി തന്നെ ബുക്ക് ചെയ്യുക. ഏറ്റവും നല്ലത് പത്താങ്ങിൽ ബുക്ക് ചെയ്യുന്നതാണ്. ഇവിടെ ഒത്തിരി ആളുകൾ രാവിലെ തന്നെ വന്നിട്ടുണ്ട്. ഈ കാണുന്നത് ഷൂസാണ്. ഇപ്പം നമ്മളിവിടെ വന്നതിന് ശേഷം ഇതിൽ ഏതെങ്കിലും ഒരു ഷൂസ് വാങ്ങുക. മുകളിലുള്ളത് 600 ബാത്ത്, താഴെ ഇരിക്കുന്നതിന് 300 ബാത്ത്. ഇവിടെ ഷൂസ് ഇല്ലാണ്ട് കടലിൻ്റെ ഉള്ളിൽ ഇറങ്ങുന്നത് ശരിക്കും വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര അപകടമായ ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിലുള്ള ഷൂസ് വാങ്ങിച്ചിട്ട് വരുന്നവരുണ്ടെങ്കിൽ ഓക്കെ, പക്ഷെ അതിലും നല്ലത് ഇവിടെ വന്നിട്ട് ഈ ഒരു ഷൂസ് വാങ്ങുന്നതാണ്. കാരണം ഇതിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു ചെറിയ വ്യത്യാസം ഉണ്ട്. അപ്പം ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ഓർക്കുക. നമ്മൾ സാൻഡൽസൊക്കെ ഇട്ടിട്ടാണ് വന്നത്, കാരണം എളുപ്പമാണല്ലോ ബീച്ചിലൊക്കെ പോകാൻ തോന്നി. പക്ഷെ സാൻഡൽസൊക്കെ മാറി ഈ ഒരു ഷൂസിലേക്ക് നമ്മൾ പോകുകയാണ്. ഈ യാത്രയിൽ പറയേണ്ട ഒരു പേരാണ് സെക്സി സാൻഡി. ഞങ്ങളുടെ ടൂർ ഗൈഡാണ്. ഒന്ന് നിങ്ങൾ കേട്ട് നോക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. And the people who go to James Bond Island, red color. Show me your hand, please, for the red team. For the red team, today I am your tour guide today. For the red color. Please, remember my. വളരെ ഫണ്ണി ആയിട്ട് ഹാൻഡിൽ ചെയ്ത ഒരാളാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അവർ പറഞ്ഞ ഓരോ ഡയലോഗിനും നമ്മൾ അറിയാണ്ട് തന്നെ ചിരിച്ചു പോകും. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റാണ്, കണ്ടാൽ തന്നെ അറിയാം. കുറച്ച് ബിസ്ക്കറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ബ്രേക്ക്ഫാസ്റ്റ് വരുന്നതെന്ന് തോന്നുന്നു. ഇപ്പം ബിസ്ക്കറ്റ്സ് ഉണ്ട്, നല്ലതായിരുന്നു. അപ്പോൾ നമ്മൾ അത്യാവശ്യം എടുത്ത്, നമ്മൾ രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ചെറിയ രീതിയിലൊന്ന് കഴിച്ചു. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ഈവനിങ് ഉള്ളൊരു ടീ ടൈം വരെയുള്ള കാര്യങ്ങളെല്ലാം ഈ പാക്കേജിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇപ്പം നമ്മൾ നേരെ ബോട്ടിൽ കയറാൻ പോവുകയാണ്. നമ്മൾ സ്പീഡ് ബോട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഫുൾ ട്രാവലിനും നമ്മൾ സ്പീഡ് ബോട്ട് തന്നെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ നമ്മുടെ ബോട്ട് ജേർണി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കുറേ ഇൻസ്ട്രക്ഷൻസ് എല്ലാം തന്നതിന് ശേഷമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഷൂസ് ഇസ് എ മസ്റ്റ്. അതുപോലെ തന്നെ വെള്ളം കയറാതിരിക്കാൻ വേണ്ടി ഇതുപോലൊരു പൗച്ച് വാങ്ങിയിട്ട് നിങ്ങൾ ഫോണ് ലോക്ക് ചെയ്യണം. നമ്മൾ ഒരെണ്ണം ഇവിടുന്ന് വാങ്ങി, ഒരെണ്ണം നാട്ടിൽ നിന്ന് വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് ഒരെണ്ണം വേണ്ടത്. പിന്നെ നമുക്ക് ചെറിയ ചെറിയ ബോട്ടിൽ ഒരു വെള്ളം തരുന്നുണ്ട്. ആൻഡ് സൺസ്ക്രീൻ ഒരു മസ്റ്റാണ്. നല്ല വെയിലാണ് ഇവിടെ ഉള്ളത്. അപ്പം നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ബോട്ടിൽ ഇരിക്കുകയാണ്.
അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് ഒരു കടലിൻ്റെ വ്യൂ ഒന്ന് കാണാം. ഇത് ഫുള്ളും വന്നിട്ട് ദിവസം നമ്മൾ ഓരോ സ്ഥലത്ത് കംപ്ലീറ്റ്ലി സ്പീഡ് ബോട്ടിലാണ് പോകുന്നത്. നിങ്ങൾ വരുവാണെങ്കിലും പിന്നെ ഒരു ഇതുപോലെ ഒരു ക്യാബും മസ്റ്റായിട്ട് വെക്കണം. നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് നമ്മളിങ്ങനെ പുറത്ത് വന്നിരിക്കുകയാണ്. ഉള്ളിൽ സ്പേസ് ഉണ്ട്. ആൻഡ് എന്തായാലും നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വി ഡിസൈഡഡ് ടു ബി നൗ സോ ദാറ്റ് വി ക്യാൻ സീ വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ ആൻഡ് ദിസ് ബ്യൂട്ടിഫുൾ സീ. നല്ല വേവ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നീന്തൽ അറിയില്ലെങ്കിൽ ഇവർ ഗൈഡിൻ്റെ കൂടെ ആളുകളുണ്ട്. സോ അവരുപയോഗിച്ചിട്ട് വേണം, അവരെ കൊണ്ട് വേണം നമ്മൾ നീന്താനൊക്കെ പോകാനായിട്ട്. നീന്താൻ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കുക എന്നുള്ളതും ഒരു പ്രയോറിറ്റിയാണ്. ബാക്കിയുള്ള കാര്യം നമ്മൾ യാത്ര തുടങ്ങി വളരെ കുറച്ച് നേരത്തിനുള്ളിൽ കണ്ട കാഴ്ചയാണ്. നിങ്ങൾക്ക് ഈ ഒരു ആംബിയൻസ്, നിങ്ങൾക്ക് ഈ ഒരു കാഴ്ച ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല കാറ്റൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നല്ല വെയിലുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ SPF ഒരു 50 ഉള്ള സൺസ്ക്രീൻ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ സ്കിന്ന് മൊത്തത്തിൽ ഡാമേജ്ഡ് ആകും. പാറക്കെട്ടുകളാണ് ഇത്. അതിലിങ്ങനെ കടൽ, നല്ല നല്ല ഭംഗിയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. ഇതുപോലെയുള്ള കാഴ്ചകൾ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പറയാതാ. നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്താനായിട്ടുണ്ട്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു ചെറിയ ഗുഹാമുഖത്തിലൂടെയൊക്കെ പോകണം എന്നാണ് പറഞ്ഞ് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതൊരു കെയ്വാണ്. അപ്പോൾ ഈ കെയ്വ് എന്താണെന്ന്, ഇവിടെ എന്തൊക്കെ കാണാനുണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. ഹായ്, അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തി. നമ്മൾ കയറിയെടുത്തുകൊണ്ട് ഒരു 14 മിനിറ്റ്സ് നമ്മൾ സ്പീഡ് ബോട്ടിൽ ട്രാവൽ ചെയ്ത് വന്നിരിക്കുന്നത്. ഇതൊരു കെയ്വാണ്, ബാങ്കോക്ക് കേവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവർ തന്നെ തന്നതാണ് കേട്ടോ ഈ ഒരു ഹെൽമെറ്റ് പോലത്തെ സാധനം. ഇതൊക്കെ മാത്രമാണ് നമുക്ക് മുന്നിലോട്ട് കയറാൻ പറ്റുക. നമുക്ക് പോയി നോക്കാം. എത്രമാത്രം കാണുമെന്ന് അറിയത്തില്ല. ഡാർക്കാണ്. കേവിൻ്റെ ഉള്ളിൽ നല്ല ഡാർക്കാണ്. അതുകൊണ്ട് തന്നെ ടോർച്ച് ലൈറ്റും മറ്റും കാര്യങ്ങളും ഉപയോഗിച്ചിട്ടാണ് പോകുന്നത്. നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മിസ്സായി പോകരുത് എന്ന്. അപ്പം നമ്മളും ഇങ്ങനെ നമ്മുടെ കൂടെ വന്നവരുടെ കൂടെ തന്നെയാണ് പോകുന്നത്. ഈ റോക്ക് കണ്ടിട്ടത് എന്ത് സ്ട്രക്ചറാണ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? അതാണ് ഒരു വെട്ടത്ത് ലൈറ്റ് എല്ലാം അടിച്ചിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. എന്താണ് ഷൂസ് ഇടണം എന്ന് പറഞ്ഞത് എന്നുള്ളത് നമുക്ക് കുറച്ച് ദൂരം നടന്നപ്പോൾ തന്നെ മനസ്സിലായി. കാരണം കാലിൽ അവിടെ ഇവിടെയൊക്കെ തട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഷൂസ് ഇടാത്തവരുണ്ടായിരുന്നു. അവർ ശരിക്കും പറയുന്നുണ്ട് പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ ലൈറ്റ് അടിച്ചിട്ടാണ് പോകുന്നത്. നമ്മളും നമ്മുടെ ഫോണിലെ ലൈറ്റൊക്കെ ഇങ്ങനെ അടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ എത്രമാത്രം ക്ലാരിറ്റിയിൽ കിട്ടി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെയൊരു യാത്ര എനിക്കിഷ്ടപ്പെട്ടു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു പോകുന്നത്. ഇനി ഇവിടെ യാത്ര മുഴുവൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ കാണിച്ചു തരാം. പുള്ളിക്കാരി ശരിക്കും ഫുൾ സ്വിങ്ങിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. നടന്നാണ് ഷോർട്സ് എടുക്കുക. അവർ പറയുന്നുണ്ട്, നമ്മളോട് ചോദിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ മാക്സിമം ഷോർട്ട് ഡ്രസ്സുകൾ ഇട്ടിട്ടേ വരാവുള്ളൂ എന്ന്. അതിനുള്ള കാരണം എന്താണെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായി. എൻ്റെ അമ്മ പല വഴി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും ഒടുവിൽ നമ്മൾ ഏകദേശം നമ്മുടെ ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്താനായിട്ടുണ്ട്. അങ്ങനെ തലയൊക്കെ കുനിഞ്ഞ് വേണം പോകാനായിട്ട്. ഇത് എൻ്റെ ഇടയിൽ കൂടെ എന്തൊക്കെയോ നെറ്റൊക്കെ നോക്കുന്നുണ്ട്. കുനിഞ്ഞ് തന്നെ പോകണം, ഇല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങളൊരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡി ആണെങ്കിൽ ഒരിക്കലും ഇങ്ങനൊരു യാത്രയ്ക്ക് തയ്യാറാകരുത്. അത് അവരും പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഇത്രയും നടന്നെത്തിയത് മനോഹരമായ കാഴ്ചയാണ്. നടന്നിട്ടുണ്ട്. ആൻഡ് വി ആർ റീച്ചിങ് എ വെരി ബ്യൂട്ടിഫുൾ അപ്പം നമ്മളിവിടെ എത്തി. ഇതിൽ ഏറ്റവും വലിയ മനോഹരത എന്ന് പറയുന്ന മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന ആ ഒരു ലൈറ്റാണ്. നല്ല രസമുണ്ട്. ഇവിടെ ഒത്തിരി സ്പോട്സ് ഉണ്ട്. നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് കിട്ടില്ലൻ ഫോട്ടോസ് കിട്ടും കേട്ടോ. അപ്പോൾ അത് പറയുന്ന സമയത്ത് ജിതി പറയുന്നുണ്ട് നന്നായി ഫോട്ടോസ് എടുക്കാൻ അറിയണമെന്ന്. ഇത് നന്നായിട്ട് അത്യാവശ്യം ഫോട്ടോസ് എടുക്കുന്ന ആളാണ്.
ഞാൻ പക്ഷെ തിരിച്ചെടുത്ത് കൊടുത്താൽ അത്ര നന്നാവാറില്ല. അപ്പം നല്ലൊരു അനുഭവമാണ് ഇവിടെ ഉള്ളത്. ഗൈഡ് പറഞ്ഞ എന്താണ് ഇവിടെ വന്ന് ഫോട്ടോസ് എടുത്താൽ അടിപൊളിയായിട്ടുണ്ടാവും. ആൻഡ് വി ഫീൽ ദ സെയിം. അപ്പം നിങ്ങൾ വരുമ്പോഴും ഒന്ന് ട്രൈ ചെയ്ത്. പിന്നെ ഇവിടെ ഒന്നും രാത്രി പെർമിഷൻ ഇല്ല വരാനായിട്ട്. ഈവനിങ് ടൈം ആകുമ്പോഴത്തേനും ഇവിടെ ക്ലോസ് ചെയ്യും. മാത്രമല്ല ഇപ്പോൾ വെതർ മോശമാണെങ്കിൽ ഇങ്ങോട്ടുള്ള പ്രവേശനം നിഷിദ്ധമാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മൾ ആ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് നോക്കുക. ഇപ്പം ഞാനിങ്ങനെ ചെറുതായിട്ടാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഒന്ന് നിങ്ങളെ കാണിച്ചു തരണം എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ്. ഫുള്ള് ചെളിയായിട്ടൊക്കെ കിടക്കുകയാണ്. അപ്പം നമ്മൾ ചെളിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടുമ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് താന്ന് പോകുന്നുണ്ട്. പിന്നെ അത് ഏറ്റവും താഴോട്ട് പോകില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. പറയാൻ പറ്റുന്ന സ്ഥലമാണിത്. സൂപ്പറായിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ നോക്കിയാണെന്ന് വെച്ചാൽ ഇത് സ്മോക്കിംഗ് അലൗഡ് അല്ല. ഇത് സ്മോക്ക് നിങ്ങളുടെ വിസയല്ല. കുറച്ച് ദൂരം പോകാനുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും ബോറടിച്ചില്ല. സാൻഡി ഭയങ്കര കാര്യമായിട്ട് ഇടുന്ന ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ നോക്കിയാൽ അറിയാം ഇവിടെ കുറേ ബോട്ടുകൾ നിർത്തിയിട്ടിട്ടുണ്ട്. ഉറപ്പാണ് എന്തോ ഒരു ആക്ടിവിറ്റി ഉണ്ട്. കാരണം ഇവിടെ തുരുത്തൊന്നുമില്ല. അപ്പം നമ്മളും ഒരു ആക്ടിവിറ്റിക്ക് പോകുകയാണ്. ആക്ടിവിറ്റി എന്താണെന്ന് മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇല്ലാത്തവർക്കായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ചെറിയൊരു ആക്ടിവിറ്റിയാണിത്. ആ ചെറിയൊരു ബോട്ടിൽ കയറിയിട്ട് നമ്മളിത് ചുറ്റിക്കറങ്ങി കാണാൻ പോകുകയാണ്. ഇതും നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾ നോക്കുക, എക്സ്പ്ലോർ ചെയ്ത് നോക്കുക എന്നുള്ളത് തന്നെയാണ് പറയുള്ളൂ. പിന്നെ നമ്മൾ ബാഗും കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബോട്ടിൽ തന്നെ വെച്ചിട്ട് പോകുക. അപ്പം നിങ്ങൾ അധികം വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കാതിരിക്കുക. ഞാൻ ചത്തോ, എനിക്ക് നീന്താനൊന്നും പറഞ്ഞോളൂ. ഇതിൽ നീന്തൽ എക്സ്പോർട്ടൊക്കെയാണ്. പക്ഷെ ആരും വീണാലും ചത്തു പോകും കേട്ടോ, വേറെ വിഷയം. സോ നമുക്ക് ഭയങ്കര സേഫായിട്ട് തന്നെ ഇരിക്കുക. വണ്ടർഫുൾ തിങ്. ഞാനെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് കൂടെ ഇങ്ങനെ ഒരു കാര്യത്തിനും ചെയ്യുന്നത്. പൊതുവെ നമ്മൾ വല്ല വീഡിയോസ് നമുക്ക് തോന്നിയിട്ടുണ്ടാവും. വെള്ളത്തിലുള്ള എൻ്റെ റിയാക്ഷൻ വളരെ മോശമാണ്. അക്സെപ്റ്റിങ് തന്നെയാണ് അത്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ ഫോട്ടോ തിരിഞ്ഞ് മറിഞ്ഞൊക്കെ ഇരുന്ന് വർത്താനം പറയുന്നത് കണ്ടിട്ട് ഇവിടെയുള്ള ആൾക്കാർ എന്നെ പിടിച്ച് തിരിച്ചിരുത്തിയിട്ടുണ്ട്. ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ഇതിലാണ് തിരിഞ്ഞിരുന്നത്. എന്തായാലും വേണ്ട, എനിക്കിത് ഇഷ്ടപ്പെട്ടു. റിയലി ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ ആണെന്നൊക്കെ പറഞ്ഞ സ്ഥലം എന്താണെന്ന് അറിയണ്ടേ? ഇതാണ് ഹോങ് ഐലൻഡ്. ഈ ഹോങ് ഐലൻഡിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജെയിംസ് ബോണ്ട് 2 ഐലൻഡ് ആണ് നമ്മൾ ആ ഒരു കാണുന്ന ആ ഒരു ഏരിയ ഉള്ളത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. യെസ്, എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ എം എക്സ്പ്ലോറിങ് ഇറ്റ് ടു ദ കോൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇതും ഒരു മസ്റ്റ് ട്രൈ ആണ്. നമ്മുടെ പാക്കേജിൽ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. സോ ഈ തനിയെ നിങ്ങൾ എടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ബി എന്താ പറയുക, ഭയങ്കര കോസ്റ്റ് ആയിരിക്കും. അത് മാത്രമല്ല നിങ്ങൾക്ക് ഇത് കവർ ചെയ്യാനും പറ്റില്ല. സോ ഗോ ഫോർ എ പാക്കേജ്. ഒരു ദിവസത്തേക്കുള്ള ഒരു പാക്കേജ് എടുക്കുക. ദേ വിൽ ഹെൽപ്പ് യു ടു ഗോ ത്രൂ എവറി പ്ലേസസ്. അങ്ങനെ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് കേട്ടോ നമ്മുടെ യാത്ര. ചെറിയൊരു കേവിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് ഇപ്പം. എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ഭംഗിയുണ്ട്. നമ്മൾ ശരിക്കും സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെയുണ്ട്. ശരിക്കും അതൊരു എഡിറ്റഡ് വർക്ക് അല്ല എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. സിംപ്ലി ഹംപ്ലി ഫിനിഷോ ദാറ്റ് ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. എനിക്ക് തുഴയാനൊന്നും അറിയത്തില്ല. പുള്ളി തന്നതിൻ്റെ ഒരു ആവേശത്തിൽ ഞാൻ എന്തോ ചെയ്തു നോക്കുകയാണ്, തട്ടാതിരിക്കാനുള്ള ഒരു
ഞാൻ ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ ജിത്തിക്ക് എനിക്ക് തോന്നുന്നത് അവർ ആലപ്പുഴ ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ നല്ല വൃത്തിയായിട്ട് അറിയാം. നമ്മളെ പോലെ അല്ല. അതുകൊണ്ട് ചെയ്യുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ഇങ്ങോട്ടാണ് പോണ്ടേന്നൊക്കെ ചോദിച്ചിട്ട് ജിത്തി അങ്ങനെ ഭയങ്കര കാര്യമായിട്ട് അങ്ങോട്ട് തുഴയുന്നുണ്ട്. നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകുമ്പോൾ താഴെ വീട് പോകുമോ എന്നൊക്കെ ചിലപ്പോൾ ആലോചിക്കും. പക്ഷെ കുഴപ്പമൊന്നുമില്ല. അതാ അവിടെ ഒരാളിങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഓക്കെയാണ്. പുള്ളി നമ്മുടെ ഫോട്ടോസ് എടുത്ത് തരും. നമുക്ക് വേണമെങ്കിൽ നമ്മൾ ബോട്ടിൽ കയറി കഴിഞ്ഞാൽ നമുക്കത് വാങ്ങാം കേട്ടോ. പറഞ്ഞു ഒരു ഗുഹേൻ്റെ ഉള്ളിൽ കൂടിയാണ് വന്നതെന്ന്. അപ്പം നമ്മൾ തിരിച്ച് ആ ഗുഹയുടെ ഉള്ളിൽ കൂടെ തന്നെ പോകുകയാണ്. അപ്പോൾ അത് ആ ഒരു ചെറിയ ഇടുങ്ങിയ സ്പേസിലേക്ക് തിരിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തല തട്ടുമോ എന്ന് ചെറിയ പേടിയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. തല തട്ടാതിരിക്കാൻ വേണ്ടി ഞാനിങ്ങനെ തല താഴ്ത്തി അവസാനം ഞാൻ കിടന്നൊരവസ്ഥയിലായി. എണീക്കുന്ന പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് പിന്നെ ഞാനതങ്ങ് ആസ്വദിച്ച് പോകുകയാണ് കേട്ടോ. നമ്മളെക്കാളൊക്കെ പുറത്ത് ഫോറിനേഴ്സാണ് കുറച്ചും കൂടെ എൻജോയ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഈ ഒരു കാഴ്ച എങ്ങനെയുണ്ടെന്ന് പറയുന്നത്. ഹാർട്ട് ഷേപ്ഡ് ആണ്. ഇത് കണ്ടോ, ലൈക്ക് ഇവിടെ സ്കൈലോട്ട് നോക്കുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇതിക്കുള്ളു വൈറ്റ് സ്ക്രീൻ പോസിബിൾ അല്ല. സബ്രമഞ്ചക്കെട്ടിൽ കിടക്കുന്ന പോലെ അവർക്ക് ഇവിടെ കിടക്കുന്നു, എഴുന്നേക്കുന്ന പോലെ ഇല്ല. അതെ അതെ, ഞാൻ ഒരു പ്രത്യേക അവസ്ഥയിലാണ് തിരിഞ്ഞിരുന്നപ്പോൾ ഇരിക്കുന്നത്. അങ്ങോട്ട് ഇറങ്ങാൻ ഇങ്ങോട്ട് ഇറങ്ങാൻ വയ്യ. അതുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ചെറിയൊരു ഇടുക്ക് കൂടെ നമ്മൾ വീണ്ടും കയറാൻ പോവാണ്. നമ്മുടെ ഇവിടെ ഇടുക്ക് എന്നാണ് പറയുന്നത് കേട്ടോ. ചിത്തിയൊക്കെ ഇടയ്ക്ക് മുടുക്ക് എന്ന് പറയുന്നേക്കാം. സെയിം സംഭവമാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഈ ഒരു ഇങ്ങനെ ഒരു ഗ്യാപ്പിന് പറയുന്നതെന്നുള്ളത് പറയുക. അപ്പം നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും എൻ്റെ മുഖം അല്ല കേട്ടോ ഞങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രത്യേക ആംഗിൾ ഇരുന്നത് കൊണ്ടാണ്. ബാക്കിലുള്ള സീനറികൾ നോക്കാൻ നല്ല ഭംഗിയില്ലേ? നിങ്ങൾക്ക് ബാക്കിലുള്ള സീനറികൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്കറിയാം നിങ്ങൾക്ക് ചിലപ്പോഴൊക്കെ വിചാരിക്കുന്നുണ്ട് ഇതൊന്നും ഇങ്ങനെ ലോങ് ആയിട്ട് എടുക്കുന്നതെന്ന്. പക്ഷെ നമ്മളെല്ലാം ഒന്ന് നിങ്ങളെ കാണിക്കുക, അതേ സ്പിരിറ്റിൽ കാണിക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ തിരിഞ്ഞിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഞങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസും എടുത്തു തരാൻ ഞങ്ങളുടെ കൂടെ വന്ന ആ ഒരു ബോട്ടിലെ ചേട്ടനും റെഡിയായിരുന്നു. പുള്ളിക്കും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി, കാരണം നമ്മൾ കാണിക്കുന്നത് കണ്ടിട്ടാന്ന് തോന്നുന്നു. ഈ പുള്ളിയാണ് കേട്ടോ നമ്മുടെ കൂടെ ബോട്ടിലുണ്ടായിരുന്നത്. പുള്ളിയും അത്യാവശ്യം നല്ല രീതിയിൽ ഫോട്ടോസൊക്കെ നമുക്ക് എടുത്തു തന്നു. നമ്മൾ കയാക്കിങ് കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ നമുക്ക് ഇവരൊരു വീണ്ടും വെള്ളം തന്നിട്ടുണ്ട്. ദിവസം സ്നാക്ക് ഇവിടെ ബിസ്ക്കറ്റ്സ് ഒക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാം. ഞാനിതാണ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തു നോക്കിയത്. അങ്ങനെ നമ്മുടെ ഈ വണ്ടി അടുത്തതായിട്ട് പോകുന്നത് മറ്റെങ്ങോട്ടും അല്ല, ജെയിംസ് ബോണ്ട് ഐലൻഡിലേക്കാണ്. സിനിമയിൽ കണ്ട ആ ഒരു സ്പിരിറ്റിൽ തന്നെ നമ്മളിത് കാണാൻ പോവുകയാണ് കേട്ടോ. വന്നു നമ്മളിങ്ങനെ ഒരു സാധനത്തിൻ്റെ മണ്ടയിൽ കൂടെ ഒക്കെ കയറണം. എങ്ങനെയൊക്കെയോ വലിഞ്ഞു കയറിയ ഒരു അവസ്ഥയിലായിരുന്നു. കുഴപ്പമൊന്നുമില്ല, എന്നാലും എന്തോ ഒരു ഇത്. ബട്ട് ഫൈനാണ്, വലിയ സീനൊന്നുമില്ല കേട്ടോ. നമുക്ക് ഈ ഒരു സൈഡിൽ വന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ നിന്ന് ആസ്വദിക്കാൻ നല്ലൊരു സ്പോട്ടാണ്.
ആയിട്ടുള്ള ജെയിംസ് ബോണ്ട് ഐലൻഡിലാണ് ഇപ്പൊ നിൽക്കുന്നത്. കണ്ടിട്ടുണ്ടാവില്ലേ സിനിമയിലൊക്കെ? അടിപൊളിയായിട്ടുണ്ട്. നിന്ന് കടലും ഇവിടുത്തെ മൗണ്ടെയിൻസ് എല്ലാം കാണാണ്. ഇറ്റ്സ് ആക്ച്വലി ഐലൻഡ്. അപ്പം അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ആസ്വദിക്കുകയാണ്. കൊള്ളാം. ഷൂസ് വാങ്ങിച്ചത് നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നു. വേണം പ്രത്യേകിച്ച് ഇവര് പറഞ്ഞ പോലെ കാരണം നനഞ്ഞ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേനും ഇത് ഡ്രൈ ആവുന്നുണ്ട്. സോ ബാക്കി കാഴ്ചകളും കൂടെ നമുക്ക് കാണാം. ഈ സ്പോട്ട് എന്താണെന്ന് മനസ്സിലായവരുണ്ടെങ്കിൽ ഒന്ന് പറയുക കേട്ടോ. ഇല്ലാത്തവർക്കായിട്ട് നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാം. എന്താ ആളുകൾ നിൽക്കുന്നുണ്ട്, അവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അവിടെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റും. അപ്പോൾ ജെയിംസ് ബോണ്ടും പല ആളുകളും ഇവിടെ വന്നതിൻ്റെയൊക്കെ ഒരു സൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ നിന്നിട്ടുള്ള ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റും, നല്ല ഗ്യാപ്പിൽ നിന്നിട്ട്. അതെല്ലാം ഒരു പുത്തൻ അനുഭവങ്ങളാണ്. അപ്പം ഇതുപോലെയുള്ള സ്പോട്ടുകൾ ഇന്ത്യയിൽ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇവിടെ അത്യാവശ്യം ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള സ്പേസ് ഉണ്ട്, റെസ്റ്റ് റൂംസ് ഉണ്ട്. അപ്പം നമുക്ക് നല്ല ഫ്രീ ആയിട്ട് നമുക്ക് അടിച്ചു പൊളിച്ച് ഇതിലെ കൂടെ ഒക്കെ നടക്കാം, വാങ്ങാം. പിന്നെ വീഡിയോയുടെ തുടക്കത്തിൽ ഒരു കൊച്ചു കുട്ടിയും കൊണ്ട് ഒരാളെടുത്ത് വെള്ളത്തിൽ ചാടിയ കാഴ്ച നിങ്ങൾ കണ്ടില്ലേ? ആ സംഭവം ഇവിടെ നിന്നാണ് നടന്നത്. ഇവിടെ നമുക്ക് ആർക്ക് വേണമെങ്കിലും എണീച്ച് വെള്ളത്തിലിറങ്ങി കുളിക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. അപ്പോൾ അത് ഞാനും ഇതിനുമൊക്കെ വേണ്ട, പിന്നെ ലാസ്റ്റ് നമ്മൾ വേറെയും സ്ഥലത്ത് പോകുന്നുണ്ട് അവിടെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എല്ലാ കൺട്രോളും വിട്ടുപോയത് ആ കുരുന്ന് 4 മാസം പ്രായമുള്ള കുരുന്നിനെയും കൊണ്ട് ആ പുള്ളിക്കാരി എടുത്ത് വെള്ളത്തിൽ ചാടിയപ്പോഴാണ്. എൻ്റെ അമ്മ ഒരു രക്ഷയില്ല ആ ഒരു കാഴ്ച കാണാൻ. നമ്മുടെ നാട്ടിലാണെങ്കിൽ പറയണോ? നമ്മുടെ നാട്ടിലാണെങ്കിൽ മിക്കവാറും നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ടുണ്ടാവും. ഇവർക്ക് ശരിക്കും നല്ല മെൻ്റൽ കറേജ് ഭയങ്കരമാണ്. പിന്നെ ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ല ഭംഗിയില്ലേ അവിടെ നിന്ന് ഇങ്ങനെ കാണാനായിട്ട്. സമയത്ത് കുഞ്ഞിന്റെ പ്രൊവോക്കേഷൻ കാരണം അവിടെ പോയി സ്വിം ചെയ്യാന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. സീൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഞാൻ അതിങ്ങനെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. പറ്റുന്ന സ്ഥലങ്ങൾ, സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഇവിടെ പറയും. അപ്പോൾ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് അവർ നമ്മളോട് ഇറങ്ങാൻ പറയുള്ളൂ എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അവിടെ ഇറങ്ങാം, അല്ലാത്ത സ്ഥലത്ത് പോയിട്ട് ഇറങ്ങി വലിയ അപകടങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കുക. പിന്നെ ഇവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള കാര്യങ്ങളുണ്ട്. ഇവിടെ നല്ല പേൾസ് കിട്ടും, ഒറിജിനൽ പേളുകൾ. ഇവിടെ ഉള്ള പേൾസുകൾ പറഞ്ഞ് ഒതൻറ്റിക് പേൾസാണ്. നമുക്കത് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങാം. ഞാനിങ്ങനെ കുറേ നേരം അതൊക്കെ നോക്കിയിരുന്നു. അതിനുശേഷം എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ ചോദിച്ചപ്പോൾ എനിക്കിത് ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആയിട്ട് തോന്നി. ആ സമയത്ത് സാൻഡിനെ അങ്ങനെ ഞാൻ എൻ്റെ കെട്ടിയവനെ അന്വേഷിച്ച് വീണ്ടും ആ വെള്ളത്തിൻ്റെ ഉള്ളിലോട്ട് പോയി. കിടന്ന് ജിത്തി വരും എന്ന് തോന്നി. ജിത്തി വരുന്ന ലക്ഷണമൊന്നുമില്ല. ജിത്തി കേൾക്കാൻ പറ്റാത്തതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും വെള്ളം അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പം നമുക്കിവിടെ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പഞ്ച്വാലിറ്റി നോക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ കൂടെ വേറെ യാത്രക്കാരുണ്ട്. അപ്പം നമ്മൾ കാരണം അവരുടെ ഒരു സമയം പോകാൻ പാടില്ല. ഞാനിങ്ങനെ സൂമൊക്കെ ചെയ്ത് നോക്കുകയാണ് കേട്ടോ എന്താണ് പുള്ളി കാണിക്കുന്നതെന്ന്. അപ്പോൾ അത് ഈ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഈ കാഴ്ച ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ജിതിനെ എന്നുള്ള വിളി അവസാനം ജിതിൻ കേട്ടു എന്ന രീതിയിൽ തിരിച്ച് ഇങ്ങോട്ട് നീന്തിയൊക്കെ വരുന്നുണ്ട്. നീന്തൽ അറിയുന്നവരാണെങ്കിലും കമൻറ്റ് ചെയ്യുക. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നീന്താൻ അറിയാത്തത് കൊണ്ട് തന്നെ വളരെ സേഫായിട്ട് ഏതെങ്കിലും ഒരു കോർണറിലാണ് ഞാൻ പൊതുവെ പോയി നിൽക്കാറ്. അതുകൊണ്ട് പക്ഷേ ഞാൻ വെള്ളത്തിൽ ചാടില്ല എന്നൊന്നും വിചാരിക്കില്ല. വേണ്ടി വന്നാൽ നമ്മൾ വെള്ളത്തിൽ ചാടും. നീന്തൽ അറിയാത്തവരങ്ങനെ പോകാതിരിക്കുന്നതാണ് നല്ലതെന്ന് ആണ് എൻ്റെ ഒരു സ്വന്തമായിട്ടുള്ളൊരു അഭിപ്രായം. ഓക്കെ, ഇത് കഴിഞ്ഞു നമ്മൾ ഇനി പോകാൻ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത്.
നല്ല പാട്ടും ബഹളമൊക്കെ ആയിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു ബോറടിയൊന്നും എടുത്തില്ല. നമ്മൾ അവിടെ നിന്ന് കുറച്ച് സമയം എടുത്തിട്ടാണ് ഇവിടെ വന്നൊരു 2 മണിയൊക്കെ ആയിട്ടോ നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കും. ഫുഡ് കഴിക്കാൻ അങ്ങനെ ഞാനും അത്യാവശ്യം കാലൊക്കെ നനഞ്ഞിരിക്കുകയാണ്. ഇതിന് മുഴുവനായിട്ട് ഇങ്ങനെ കുളിച്ച് നനഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇതാണ്. പിന്നെ നമ്മുടെ ഫുഡും ഈ ഒരു പാക്കേജ് ഞാൻ പറഞ്ഞില്ലേ 1500 ബാത്തിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡാണ്. ഇവിടെ ബുഫേ ആണ്. അപ്പം ഹലാൽ ഫുഡും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. അപ്പോൾ ഹലാൽ കഴിക്കേണ്ടവർക്ക് പ്രശ്നമില്ലല്ലോ. ഇങ്ങനെ നമ്മൾ കയറി പോവുകയാണ് കേട്ടോ. ശരിക്കും ഈ ഒരു യാത്രയിലൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഒരുപാട് രാജ്യത്തുള്ളവരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റും. ഞങ്ങളുടെ കൂടെ സൗദിയിൽ നിന്ന് കുറേ ആളുകളുണ്ടായിരുന്നു. ഓക്കെ, അതൊരു ഭയങ്കര ഒരു ഇതായിട്ടുണ്ട്. കാരണം നമ്മൾ അവരുടെ അടുത്ത് കുറേ നേരം സംസാരിച്ചു. അങ്ങനെ ഇവിടെ വന്നു കേട്ടോ. ഞാൻ കുറച്ച് സ്ലോയിലാണോ നിങ്ങൾക്ക് പോകുന്നതെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ വീഡിയോ ഒരു ഫുള്ളായിട്ട് അങ്ങ് കാണിച്ചു തരാം എന്ന രീതിയിലാണ്. എല്ലാവരും നല്ല ബഹളത്തിലാണ് കേട്ടോ വീഡിയോ എടുക്കുന്നതിൻ്റെയും ഇതിൻ്റെയും ഒക്കെ ഇതിൽ. ഇവിടെ ഒരു ബുഫേ ആണ് നമുക്ക് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത്. അയ്യോ, ഇതെന്താ ഇങ്ങനെ ഇവിടെ ഫുഡെല്ലാം വളരെ കുറവാണല്ലോ എന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ സൈഡിലുള്ള നമുക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്ന അപ്പുറത്തെ സൈഡിലാണ്. സാലഡ്സ് ഉണ്ട്. വെജിറ്റേറിയൻ ഫുഡ് ഇഷ്ടമുള്ളവർക്ക് അത് നമുക്ക് പറഞ്ഞാൽ ഇവരുടെ അറേഞ്ച് ചെയ്ത് വെക്കും. They're having prawns. പച്ചക്ക് പുഴുങ്ങി വെച്ചതാന്ന് തോന്നുന്നുണ്ട്. And the food is halal. കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റൈസസ് ഉണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. നമ്മളിങ്ങനെ അടുത്ത യാത്ര പോകുകയാണ്. ഇവർ രണ്ടുപേരും സൗദി അറേബ്യയിൽ നിന്നുള്ളവരാണ് കേട്ടോ. എൻ്റെ അമ്മോ, ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. നേരത്തെ കണ്ടതിനേക്കാളും ഭംഗി തോന്നുകയാണ് ഇങ്ങോട്ട് വന്നപ്പം. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്തുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാഫ് ആയിട്ടുള്ള ട്രിപ്പുകളൊക്കെ പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊരു വൈറ്റ് സാൻഡ് ബീച്ചാണ്. ഇവിടെ നമുക്ക് ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാം. ബീച്ചാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു കൗണ്ടറിൽ കൊണ്ടുവരുന്നത് സാധനങ്ങളൊക്കെ നിൽക്കുക. അതിനുശേഷം വേണം ഫുള്ളായിട്ടൊന്ന് എൻജോയ് ചെയ്ത് നടക്കാനായിട്ട്. ആൻഡ് ഇവിടെ ജെറ്റ് സ്കീയിങ് ഉണ്ട്. നമുക്ക് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ സ്വിം ചെയ്യാനൊക്കെ ഭയങ്കര സേഫാണ്. റിയലി ബ്യൂട്ടിഫുൾ. കടലിന് നീല കളറിൽ നമുക്ക്, അതായത് നീല കളർ കടൽ, വെള്ള കളർ മണൽ, അത് രണ്ടും കൂടെ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ ഭയങ്കര ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഒരുപാട് ഇൻ്റർനെറ്റ് സിറ്റുവേഷനൊക്കെ ആ ഒരു വ്യൂ ആണത്. ഒത്തിരി പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവിടെ എടുത്തിട്ടുള്ളൊരു ഫോട്ടോ. അപ്പം ഞാനും എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങി കുറച്ച് ഫോട്ടോസ് എടുത്തു. അതിനുശേഷം ഞങ്ങൾ ജെറ്റ് സ്കീയിങ് ചെയ്യാൻ വേണ്ടി പോകുകയാണ്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് അതിൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ളത്. നമ്മളതിന് മണ്ടേ കയറി ഇരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കുറേ നേരം എന്തൊക്കെയോ ഒരു ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. എനിക്കിത് എന്തായാലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു. അതെന്താണെന്നുള്ളത് ഞാനത് നിങ്ങൾ കണ്ടു വരുമ്പോൾ പറയാം. അപ്പോൾ നമുക്ക് ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ജെറ്റ് സ്കീയിങ്ങിൻ്റെ. ബിക്കോസ് നമ്മളും ഭയങ്കര ആക്ടിവിറ്റിയിൽ മുഴുകിയിരിക്കുമായിരുന്നു. എൻ്റെ കിടത്തിരുന്ന പോക്കൊക്കെ കാണുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് എന്താ അല്ലേ എന്ന് നിങ്ങൾക്കറിയോ. കുറച്ച് അങ്ങോട്ട് ചെന്നപ്പോഴത്തേനും ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് മറിഞ്ഞും കിട്ടി. ഞങ്ങൾ രണ്ടുപേരും വീണ് വെള്ളമെല്ലാം കുടിച്ച് അങ്ങനെ. പിന്നെ ലൈഫ് ജാക്കറ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് ഇനിയൊന്നും പോയില്ല കേട്ടോ. അതുപോലെയുള്ള ദുരന്ത അനുഭവം നിങ്ങൾക്ക് അറിഞ്ഞെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ വിളിച്ച് എന്തിനേയും വേണ്ടാത്ത പണിക്ക് നിന്നത് എന്നുള്ളത്. എന്തായാലും വേണ്ടില്ല, പെട്ടെന്ന് ആളുകൾ വന്നു. അതുകൊണ്ട് നമ്മൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളും തിരിച്ച് അതിൽ കയറിയിരുന്ന ജെറ്റ് സ്കീയിൽ തന്നെയാണ് കേട്ടോ ഇവിടെ വരെ വന്നത്. അപ്പം വേറെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്നതുകൊണ്ട് നമ്മുടെ സ്വന്തം അവസാനിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ വേറെ ആക്ടിവിറ്റീസിനൊന്നും പോയില്ല. പക്ഷെ ഇവിടെ നമുക്ക് ഇറങ്ങി കുളിക്കാനൊക്കെ ഉള്ളൊരു ഇതുണ്ട്. നമുക്ക് നല്ല രീതിയിൽ കളിക്കാനൊക്കെ പറ്റും. കുഴപ്പമൊന്നുമില്ല. അത്രയും ഒരു പ്രോബ്ലമാറ്റിക് തന്നെയല്ല കേട്ടോ.
അവിടുന്ന് ബുക്ക് ചെയ്ത് വരണമെന്നില്ല, ഇവിടെ വന്നിട്ട് ഹോട്ടലിൽ അന്വേഷിച്ചാലും നിങ്ങൾക്ക് ആളുകൾ പറഞ്ഞു തരും. നമ്മൾ പിന്നെ ഒന്ന് ഒരു സേഫ്റ്റിക്ക് വർക്ക് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേയും ഫുക്കേത്തിലുള്ളവർ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിരുന്നു. പക്ഷെ നമ്മൾ പൈസ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. പൈസ നമ്മൾ ഇവിടെ വന്ന് നമ്മളെ ടൂർ കൊണ്ടുപോകാൻ വേണ്ടി അവർ കൊണ്ടുവന്ന് ഇവിടെ അവരുടെ ഓഫീസിൽ കൊണ്ടുവന്ന ആ ഒരു സമയത്ത് മാത്രം പേ ചെയ്താൽ മതി. അപ്പം നമുക്കിനി ബാക്കി വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ, നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. യാത്രകളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ, നമ്മൾ വീണ്ടും അടുത്ത വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഫോളോവേഴ്സ് ഓൺ യൂട്യൂബ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ടു.